എത്ര സമയങ്ങളായാലും അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ സെൽവിക്ക് എന്തെങ്കിലും കൊണ്ടുവരും. കൊണ്ടുവരാണ്ട് വെറും കൈയുമായിട്ട് ഒരിക്കലും വരില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും അടി ഉണ്ടായാലും കുട്ടിക്ക് കൊടുക്കുന്നത് അച്ഛൻ മറക്കില്ല. അത് അച്ഛൻ്റെ ഒരു സ്വഭാവമാണ്. ആ 10 മണിക്കും അച്ഛൻ ഒരു കവറിൽ സെൽവിക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്, ഇവിടെ കഞ്ഞിയും വെള്ളം ഇല്ലാണ്ട് അമ്മയും മക്കളും കിടക്കുകയല്ലേ. വന്നിട്ട് അച്ഛനോട് സെൽവി പറഞ്ഞ് അച്ഛാ എന്ന് വിളിച്ച്. എന്താ നീ ഉറങ്ങിയില്ലേ ഇത്രയും സമയമായിട്ട് എന്ന് അച്ഛൻ ചോദിച്ച്. ഇല്ല അച്ഛാ. ചോറ് കഴിച്ചോ എന്ന് ചോദിച്ചു അച്ഛൻ. ഇല്ല അച്ഛാ. എന്തു പറ്റി? എന്താ ചോറ് കഴിക്കാത്തത് എന്ന് അച്ഛൻ ചോദിച്ച്. ചോറ് വെച്ചിട്ടില്ല അച്ഛാ. എന്താ ചോറ് വെക്കാനും സമരം ചെയ്താ എന്ന് അച്ഛൻ ചോദിച്ച്. അതിന് കുട്ടി മറുപടി പറഞ്ഞ്, ഇല്ല അച്ഛാ, അമ്മയ്ക്ക് ഭയങ്കരം തലവേദനയാ എന്ന് പറഞ്ഞ്. ഓക്ക് തലവേദന എപ്പോഴാണ് ഇല്ലാത്തത്? ഇന്ന് ആദ്യമായിട്ടുണ്ടായ തലവേദനയല്ലല്ലോ. ഇവിടെ ആസ്പത്രി ഒന്നുമില്ലേ? കാണിച്ചൂടെ എന്ന് അച്ഛൻ പറഞ്ഞ്. ശരി, എന്നാ എനിക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നീ കഴിച്ചോ. നിൻ്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ കൊടുക്ക്, വേണമെങ്കിൽ തിന്നോട്ടെ. ഇല്ലെങ്കിൽ വാശി പിടിച്ച് വെല്ലുവിളിച്ച് നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, എനിക്കൊന്നും പ്രശ്നമില്ല. എന്നാ പിടിക്ക്, ഞാൻ ഉറങ്ങാൻ പോവാ എന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ പാവം പൈതൽ കുട്ടിയല്ലേ, എത്രയും ദിവസമാണെന്ന് വെച്ചാൽ എങ്ങനെ വിശപ്പ് താങ്ങി നിൽക്കാൻ പറ്റും? അത് വാങ്ങി കുട്ടി കൊണ്ടുപോയി അമ്മയുടെ അടുത്ത്. അമ്മേ, അച്ഛൻ പലഹാരങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്, അമ്മ കുറച്ച് കഴിച്ചോ എന്ന് പറഞ്ഞ്. അമ്മയ്ക്ക് തലവേദനയല്ലേ, അമ്മയ്ക്ക് ദേഷ്യം പിടിച്ച്. ഓൻ കൊണ്ടുവന്ന ഓൻ തൊട്ട പച്ചവെള്ളം വരെ എനിക്ക് വേണ്ട, നീ തിന്നോ, എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു 1/4 മണിക്കൂർ കുട്ടി പിന്നെയും അമ്മയോട് ഇങ്ങനെ പറഞ്ഞ്. അമ്മ അനുസരിക്കുന്നില്ല, കുട്ടിക്ക് വിശപ്പ് താങ്ങാൻ പറ്റുന്നില്ല. അന്നേരം ഒരു കുട്ടിക്ക് അമ്മയും അച്ഛനും രണ്ടാളും ഒരുപോലെ തന്നെയല്ലേ. കുട്ടി അങ്ങ് കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ആടെ ചുരുണ്ട് കിടന്ന്. അങ്ങനെ നേരം വെളുപ്പിച്ച്. നേരം വെളുത്ത് നോക്കുമ്പോൾ മറ്റേ അച്ഛൻ്റെ കാമുകിയില്ലേ, അച്ഛനും കാമുകി ഇറങ്ങിപ്പോന്ന്. വീട്ടിൽ ചായയും ഇല്ല, കഞ്ഞിയും ഇല്ല, ആക്കാൻ ആളില്ല, അമ്മയ്ക്ക് സുഖമില്ലല്ലോ. അവർ പോയി. ഇറങ്ങിപ്പോയപ്പോൾ കുട്ടി ചോദിച്ച് അമ്മേനോട്, അമ്മേ നമുക്ക് ആസ്പത്രിയിൽ പോയാലോ എന്ന് പറഞ്ഞു. അതിന് ഇവിടെ പൈസ വേണ്ടേ, ആസ്പത്രിയിൽ പോകാനൊന്നുമില്ലല്ലോ. അന്നേരം അമ്മ പറഞ്ഞ്, ആസ്പത്രിയിൽ പോകാൻ പൈസ ഇല്ല മോളെ, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ആടെ ചുരുണ്ട് കിടന്ന്. പാവം ഈ 4 വയസ്സ് കുട്ടി എന്ത് ചെയ്യും? ഒന്നുമില്ല. ഒരു സഞ്ചി എടുത്തുകൊണ്ട് ഒരു 1/2 കിലോമീറ്റർ നടന്ന് അങ്ങോട്ടെത്തി. നോക്കുമ്പോൾ അവിടെ വലിയ ഒരു പാറ, അതിൽ 100 കണക്കിന് ആൾ പണിയെടുക്കുന്നുണ്ട്. കല്ല് പൊട്ടിക്കാനും ജെല്ലി പൊട്ടിക്കാനും ലോറിയിൽ കല്ല് കയറ്റാനും ഇങ്ങനെ കണ്ട പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഇവരെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന
കൂട്ടരും അവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ കുട്ടിക്ക് അറിയാമല്ലോ. അവിടെ പോയിട്ട് അവരെ പേര് രാജമ്മയാണ്. കുട്ടി ചെന്നിട്ട് അവിടെ ചോദിച്ചു, ചേച്ചി, രാജമ്മ ചേച്ചി, എനിക്ക് എന്തെങ്കിലും ജോലി തരുമോ എന്ന് ചോദിച്ച്. ഈ പൈതൽ കുഞ്ഞിന് അത്രയും വലിയ പാറയിൽ എന്ത് പണി കൊടുക്കാനവർക്ക്? അന്നേരം ഓര് പറഞ്ഞ്, സെൽവി, നീ ചെറിയ കുട്ടിയല്ലേ, നിനക്ക് ഇവിടുന്ന് എടുക്കാനുള്ള പണിയൊന്നുമില്ലല്ലോ മോളെ. ഇതൊക്കെ വലിയ മുതിർന്നവർ ചെയ്യുന്ന പണിയല്ലേ. കല്ല് പൊട്ടിക്കാനും ഇതൊക്കെ നിനക്ക് പറ്റുമോ? പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ്. സാരമില്ല ചേച്ചി, ഞാൻ എന്ത് പണി കൊടുത്താലും ഞാൻ ചെയ്യും. എന്നിട്ട് ഓല് ചോദിച്ചു, അമ്മ എവിടെ പോയി? സെൽവി എന്തിനപ്പം ഇവിടെ വന്നത് എന്ന് പറഞ്ഞ്. അമ്മയ്ക്ക് ഭയങ്കര തലവേദനയാണ്. അച്ഛനും ദേവി ഇളയമ്മയും ഇറങ്ങിപ്പോയി. അമ്മേനോടൊന്നും മിണ്ടിയില്ല. അമ്മ അവിടെ കിടക്കുകയാണ്. ആസ്പത്രി പോവാൻ പൈസയില്ല എന്ന് പറഞ്ഞ്. ഇത് കേട്ടപ്പോൾ രാജമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. അന്നേരം ഓലതല്ലല്ലോ വേറെ, ഓല് അവിടെ പണിയെടുക്കുകയല്ലേ. മേസ്ത്രി അവിടെ ഉണ്ട്. മേസ്ത്രീൻ്റെ അടുത്ത് പോയി. മേസ്ത്രി, പാവം ഈ കൊച്ചിവിടെ വന്നിട്ട് സങ്കടം പറയുന്നത്, ഓല അമ്മയ്ക്ക് സുഖമില്ല, എന്തെങ്കിലും പണി വേണമെന്നാണ് പറയുന്നത്, ഇവർക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാവുമോ എന്ന് രാജമ്മ മേസ്ത്രീൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരം മേസ്ത്രി പറഞ്ഞു, രാജമ്മേ, നിങ്ങൾക്കെന്താ തലയ്ക്ക് ശ്രദ്ധയില്ലേ? എന്തു പറ്റി? ഈ ചെറിയ പൈതലിന് പണിയുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇവർക്ക് എന്ത് പണിയെടുക്കാൻ പറ്റും? ഇവിടെ പാറ പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ല കല്ല് കയറ്റാൻ പറ്റുമോ ലോറിയിൽ? ഇല്ല ജെല്ലി പൊട്ടിക്കാൻ പറ്റുമോ? വാരിക്കൊടുത്താൽ തിന്നുന്ന പ്രായമല്ലേ ഇത്? പണി ചോദിച്ച് വന്നിരിക്കുന്ന ഒരാൾ എന്ന് മേസ്ത്രി പറഞ്ഞു. ഇത് കേട്ടപ്പം കുട്ടിക്ക് കൂടുതൽ സങ്കടമായി. അയ്യോ, ഇവിടെയും നമുക്ക് പണി കിട്ടില്ലേ, എന്താ ചെയ്യുക? അമ്മേൻ്റെ തലവേദന എങ്ങനെ മാറ്റും എന്നാണ് കുട്ടിയുടെ സങ്കടം. പിന്നെ കുട്ടി പോകുന്നില്ല, അവിടെ നിൽക്കുന്നു. അന്നേരം രാജമ്മേൻ്റെ പണിയെടുക്കുന്ന സ്ഥലത്താണ് കുട്ടി നിൽക്കുന്നത്. മേസ്ത്രി അങ്ങോട്ട് ചോലയത്താണ് നിൽക്കുന്നത്. അന്നേരം രാജമ്മയെ വിളിച്ച് മേസ്ത്രി, രാജമ്മേ ഇങ്ങ് വരൂ എന്ന് പറഞ്ഞ്. രാജമ്മ വേഗം ഓടിയെത്തി. എന്താ മേസ്ത്രി പറയൂ എന്ന് പറഞ്ഞ്. ആ കുട്ടി ആരാ നിങ്ങളെ എന്ന് ചോദിച്ചു. എൻ്റെ ആരുമല്ല, ഞങ്ങളെല്ലാം ഒരിടത്ത് താമസിക്കുന്നതാണ്, അടുത്തടുത്ത് താമസിക്കുന്നതാണ്, നന്നായിട്ട് അറിയാൻ പറ്റും, അതുകൊണ്ടാണ് വന്നിട്ട് കുട്ടി എന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ്. ഈ കുട്ടീനെ പണിക്ക് വിട്ടിട്ട് അച്ഛനും അമ്മയും എവിടെ പോയി? മേസ്ത്രി, അതൊന്നും പറയണ്ട, അത് പെട്ടെന്ന് പറഞ്ഞ് തീർക്കേണ്ട കഥയല്ല, അത് കുറേ ഉണ്ട്. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് കുട്ടി ഇവിടെ എത്തിപ്പെട്ടത്. എന്തെങ്കിലും ഒരു ചെറിയ പണി, പാവം കുട്ടി, ആ കുട്ടിക്ക് എടുക്കാൻ തക്കാനുള്ള ചെറിയ എന്തെങ്കിലും പണി കൊടുക്കും എന്ന് പിന്നെയും പറഞ്ഞു. പിന്നെ മേസ്ത്രി പുറത്ത് അങ്ങനെ പറയുകയാണെങ്കിലും ഉള്ളിലൊരു പശ്ചാത്താപമുണ്ട്. അയ്യോ പാവം ചെറിയ കുട്ടിയല്ലേ എന്നുള്ളതുണ്ട്. പക്ഷേ ഓലിക്കും അങ്ങനത്തെ കുട്ടികൾ വീട്ടിലുണ്ടല്ലോ ആ പ്രായത്തിൽ. പിന്നെ കുട്ടീനെ വിളിച്ച്, ആ മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ്. കുട്ടിക്ക് മേസ്ത്രി എന്ന് വിളിക്കാനൊന്നും അറിയില്ല. അന്നേരം പറഞ്ഞു, എന്താ ചേട്ടാ എന്ന് ചോദിച്ചു. എനിക്ക് എന്തെല്ലാം പണിയെടുക്കാൻ അറിയും എന്ന് ചോദിച്ചു. ഞാൻ എന്ത് പണി കൊടുത്താലും ഭംഗിയായിട്ട് ചെയ്യും ഏട്ടാ എന്ന് കുട്ടി അങ്ങോട്ട് പറഞ്ഞു. ഓ അങ്ങനെയാണോ, ശരി, എന്നാൽ നീ ആടെ കിടക്കുന്ന ചെറിയ മുട്ടി അങ്ങ് എടുത്തോ. എടുത്തിട്ട് അതോ അങ്ങോട്ട് കാണുന്നില്ലേ പാറ, അവിടെ ചെറിയ കല്ലുകളുണ്ടാവും, നിനക്ക് എടുത്ത് പൊന്തിക്കാൻ പറ്റുന്നത്. ആ കല്ലെടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്തിട്ടിട്ട്
ഈ മുട്ടി കൊണ്ട് ചെറുതായിട്ട് പൊട്ടിക്കണം, 1/2 ഇഞ്ചിയായിട്ട് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഈ ജെല്ലിയൊക്കെ കോരി അതാണ്ട് അവിടെ കാണുന്നില്ല ഒരു പെട്ടി, അതിലേക്ക് നിറയ്ക്കണം. അങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടി ജെല്ലിക്ക് 3 രൂപ കിട്ടും എന്ന് പറഞ്ഞ്. അന്നേരം ശരി ഏട്ടാ, ഞാൻ അതുപോലെ ചെയ്യാം ചേട്ടാ, നന്ദിയുണ്ട് ഏട്ടാ എന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ.